ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം ബുധനാഴ്ച വൈകിട്ട് ഹല്ലേലൂയ സ്തോത്രം പതിവ് പോലെ നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നതായ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് വചനം കേൾക്കുവാനായി കർത്താവ് നല്ല സാവകാശം നൽകിയിരിക്കുന്നല്ലോ. വചനവുമായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്റെ സഹധർമ്മിണി സിസ്റ്റർ സിനി ജോസഫ് നമ്മുടെ മധ്യത്തിൽ പാട്ട് പാടുന്നതിനായി ഇന്ന് രാത്രികാലം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരി ഓർത്തുകൊണ്ട്, കുടുംബത്തെ ഓർത്തുകൊണ്ട് ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. ഒഹായോയുടെ പ്രദേശത്തെ കൊളംബസിൽ കർത്താവ് കുടുംബത്തെ കാത്ത് പരിപാലിക്കുന്നുവല്ലോ. ഇന്ന് രാത്രികാലം ദൈവസനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫിനെ പാട്ട് പാടുവാനായിട്ട് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ ആശയാൽ നിറഞ്ഞിടുന്നെൻ മനസ്സം കൊതിച്ചിടുന്നേ ആശയാൽ നിറഞ്ഞിടുന്നെൻ മനസ്സം കൊതിച്ചിടുന്നേ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ പാരിടത്തിൽ കൂടാരവാസിയായി പാർത്തിടുന്നു പരനെ നീ ഒരുക്കിടുന്നെൻ പിരിയാത്ത നിത്യഭവനം പരനെ നീ ഒരുക്കിടുന്നെൻ പിരിയാത്ത നിത്യഭവനം എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അത്യന്തം തേജസ്സിൻ ഖനം നിത്യതയെ ചെന്നു കാണും ഞാൻ അത്യന്തം തേജസ്സിൻ ഖനം നിത്യതയെ ചെന്നു കാണും ഞാൻ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാദാ നീ അറിഞ്ഞിടുന്നേ നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാഥാ ഞാൻ അറിഞ്ഞിടുമേ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ പാർത്തലത്തിൽ കർത്താവിൻ വേല ചെയ്തു തീർത്തനിക്ക് കർത്തനെ നിൻ സവിധത്തിൽ എത്തി വിശ്രമിച്ചിടുവാൻ കർത്തനെ നിൻ സവിധത്തിൽ
വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ ഞാനീഹത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ ആശയാൽ നിറഞ്ഞിടുന്നെൻ മനസ്സം കൊതിച്ചിടുന്നേ ആശയാൽ നിറഞ്ഞിടുന്നെൻ മനസ്സം കൊതിച്ചിടുന്നേ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. താങ്ക് യു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ തക്കോണം ദൈവദാസിയെ കർത്താവ് സഹായിച്ചുവല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ വരവിനെ പ്രത്യാശിക്കുന്നതായ മനോഹരമായ ഗാനം പാടുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise God. Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കൃപയിൽ ആശ്രയിച്ച ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവത്തിന്റെ വചനം ആമേൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തുടർമാനമുള്ള ചിന്തകളിലേക്കും വചനപഠനത്തിലേക്കും ഈ രാത്രിയിലും ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ പ്രത്യേകമായ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ലൈനിന്റെ നേതൃത്വം കൊടുക്കുകയും വളരെ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ പ്രിയദാസൻ സാക് ബ്രദർ, പ്രിയ ബിജി സിസ്റ്റർ, മാതാവ്, കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തിന് പ്രത്യേകം നന്ദി ഈ രാത്രി അറിയിക്കുന്നു. എന്നെ ഇങ്ങനെ അവസരം തരുന്നതിൽ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠരും മന്ദിരമായ ദൈവദാസന്മാർ, വളരെ വിലപ്പെട്ട ദൈവദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും ആമേൻ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ കർത്താവ് ഹല്ലേലൂയ വചനത്തിലൂടെ ഇന്ന് രാത്രിയിലും ആമേൻ ശക്തീകരിപ്പാനും അത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യവും വിടുതലും ധൈര്യവും ബലവുമായിരിക്കാനും നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന്റെ ബാക്കിയായി 11 തൊട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 2 11-17 പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ
കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തെ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടെ നിങ്ങളുടെ മധ്യത്തുള്ളതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ, അഭിഷേകം, ഈ വചനം ആമേൻ കർത്താവേ, ദൈവത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ വചനം, അത് ഞങ്ങളുടെ സന്നിധി കർത്താവെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഏഴകളെ ബലപ്പെടുത്തണം, ബുദ്ധിയും ജ്ഞാനവും ശക്തിയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കുഞ്ഞാട് രക്തത്താൽ കഴുകണമേ. ലൈലായിരിക്കുന്ന എല്ലാവരെയും കഴുകി ആമേൻ അങ്ങയുടെ അഭിഷേകത്തിന്റെ നിറവോടെ ആമേൻ ഹല്ലേലൂയ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സാക്ഷികളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചാട്ട് എല്ലാവരോടും കൃപ ചെയ്യണം. വചനം വായിച്ചിരുന്ന മാമ, അതുപോലെ തന്നെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസി ഉപയോഗിച്ചല്ലോ. ശക്തമായി പ്രാർത്ഥിപ്പാൻ റിയാലി സിസ്റ്റർ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. എല്ലാത്തിനായി സ്തോത്രം. നിങ്ങളെ താഴ്ത്തുന്ന മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദൈവത്വം അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നുള്ള ആ വെളിപ്പാടും അതിനെക്കുറിച്ചുള്ള ഗംഭീരമായ ആമേൻ മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവം തന്റെ പുത്രനായ, തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിലൂടെ ആമേൻ അനേകരെ ദൈവം തന്റെ മക്കളാക്കി തീർക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്തോടുള്ള ബന്ധത്തില് ചില അതിനുവേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ വലിയ ത്യാഗപരമായ ആമേൻ സ്തോത്രം, ആ പ്രവൃത്തിയിലൂടെ അനേകരെ മക്കളാക്കി തീർക്കുവാനും മക്കളായവരെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. അവരുടെ അംഗീകാരം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിലെ ചില വാക്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവിടുന്ന് അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ പ്രൈസ് ദി ലോർഡ് ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ കീർത്തിക്കും സമാപത്തിയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പോൾ ഒരു പിതാവിനെ നമുക്ക് സ്വർഗത്തിൽ കാണുവാൻ കഴിയുന്നത് സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള കാര്യമാണ്. ദൈവവചനം പറയുന്നു, ആരെയും ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. പിന്നെ ആളുകൾ തങ്ങളുടെ പേരൻസിനെയൊക്കെ പിതാവേ എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥമായ ഒരു പിതാവേ നമുക്കുള്ളൂ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മക്കളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഭാഗ്യം തന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും അവർക്കെല്ലാം ഒരുവനല്ലോ പിതാവേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് വിശുദ്ധീകരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധീകരിക്കപ്പെടുന്നവര് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആമേൻ ദൈവപുത്രനായ യേശുവിനെ സ്വീകരിച്ച് ദൈവത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പാപമോചനം നടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി അവരെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1:7 തൊട്ടുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ പാപം മോചിച്ചു കൊടുക്കുകയാണ്, പാപം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അവരെ വിശുദ്ധീകരിക്കുന്നവൻ യേശുവാണ്. യേശുവിന്റെ രക്തത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരണത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. നമ്മളോട് ദൈവം പറയുന്ന വചന നിമിത്തം നമ്മൾ ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവിന്റെ നാമത്താൽ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധിയുള്ളവരാകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി കർത്താവിന്റെ രക്തത്താലുള്ള ആ ശുദ്ധീകരണം, അതുപോലെ തന്നെ മറ്റേ ശുദ്ധീകരണങ്ങളെല്ലാം സംഭവിക്കുന്നെങ്കിലും ശുദ്ധീകരണത്തിന് മുഖ്യമായ സ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവിന്റെ പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തവും പിതാവായ ദൈവത്തിന്റെ വചനവും കർത്താവ് സംസാരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആമേൻ. അതുപോലെ തന്നെ കർത്താവിന്റെ ആത്മാവിനാൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നു, കർത്താവിന്റെ നാമത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു. എങ്കിലും ദൈവം പറയുകയാണ് വിശുദ്ധീകരിക്കുന്നവനായ യേശു
വിശുദ്ധീകരിക്കപ്പെടുന്നവരായ നാം, അല്ലെങ്കിൽ പാപത്തിന് അടിമകളായി കിടന്ന മനുഷ്യർ, അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരെല്ലാം രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ അവർക്കെല്ലാം ഒരേ ഒരു പിതാവേ ഉള്ളൂ. യേശുവിന് ആണ് പിതാവ് ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ലോകത്ത് കിടന്ന ഒരു ആളുകൾക്ക് പിതാവില്ലായിരുന്നു. എന്നാൽ അവരെ പിതാവുള്ളവരാക്കി മാറ്റിയത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെയും ചൊരിയപ്പെട്ട രക്തത്താലുള്ള വീണ്ടെടുപ്പും ചൊരിയപ്പെട്ട രക്തത്താലുള്ള വിശുദ്ധീകരണത്തിലൂടെയും അവരെ വീണ്ടും ജനിപ്പിച്ച് അവരെ മക്കളാക്കി അവർക്ക് പിതാവിനെ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുത്രൻ പുത്രനിലൂടെ പിതാവിനെ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പുത്രനിലൂടെ കടന്നു വരാത്തവർക്ക് ആർക്കും പിതാവില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ നിലനിൽക്കാതെ അതിർന്ന് കടന്നു പോകുന്ന ഒരുത്തർക്കും ദൈവമില്ല. അങ്ങനെ ആ ഉപദേശത്തിൽ നിൽക്കുന്നവന് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവനായ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു പിതാവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഒരു പിതാവിനെ അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു പിതാവിൽ നിന്ന് ഈ പുത്രനുള്ളത് പോലെ തന്നെ പുത്രനിലൂടെ പിതാവിന്റെ മക്കളായി തീർന്ന എല്ലാവരും ദൈവത്തിന് സ്തോത്രം എന്താണ് സഹോദരന്മാരായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ 10 മക്കളുണ്ടായിരുന്നു. എന്റെ അമ്മ എന്റെ മൂത്ത സഹോദരനാണ് ആദ്യം ഉണ്ടായത്. എന്റെ സഹോദരൻ വീട്ടിൽ മൂത്ത സഹോദരൻ ജേക്കബ് എന്നാണ് പേര്. ജേക്കബ് എന്റെ ചേട്ടൻ ഉണ്ടായി കഴിഞ്ഞ് ആദ്യം മകൻ ഉണ്ടായപ്പോൾ പിന്നെ മക്കളൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡാഡിയായി അല്ലെങ്കിൽ പപ്പായായി ഞാൻ അങ്ങനെ പറയുകയാണ്. ഞങ്ങൾ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങള് ചാച്ചൻ എന്നാണ് ഞങ്ങളെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് പാലാദേശങ്ങളിലൊക്കെ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്റെ ചേട്ടൻ ചാച്ചൻ എന്ന് വിളിച്ച് എന്റെ ഹല്ലേലൂയ ചാച്ചനെ പ്രൈസ് ദി ലോർഡ് സ്നേഹിക്കുകയും ചാച്ചനായി കാണുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് കഴിഞ്ഞ് എന്റെ രണ്ടാമത്തെ സഹോദരൻ ചേട്ടനുണ്ടായി. ഏറ്റവും മൂത്തതിന് താഴെയുള്ള ചേട്ടനുണ്ടായി കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് അങ്ങനെ പിന്നെ അടുത്ത സഹോദരിമാരുണ്ടായി. പിന്നെ അങ്ങനെ സഹോദരന്മാരെല്ലാം ഉണ്ടായി. 5 ആണും 5 പെണ്ണുമുള്ള ഒരു കുടുംബം. അവിടെ മക്കൾ 5 ആണും 5 പെണ്ണുമായി അങ്ങനെ 10 പേരായി. ആദ്യം ഒരാളെ ഉണ്ടായുള്ളൂ, പിന്നെ 9 പേരൂടെ ഉണ്ടായി. അപ്പോൾ ഓരോരുത്തരും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചാച്ചൻ എല്ലാവർക്കും ചാച്ചനായി. പ്രൈസ് ദി ലോർഡ്. മൂത്ത സഹോദരൻ മാത്രമായിരുന്ന സമയത്ത് മൂത്ത സഹോദരൻ മാത്രമായിരുന്നു ചാച്ചൻ. എന്നാൽ പിന്നീടുണ്ടായ മൂത്ത സഹോദരന്റെ സഹോദരന്മാരും സഹോദരിമാരും ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവർക്കും ഹല്ലേലൂയ എന്റെ സ്തോത്രം ചാച്ചൻ എല്ലാവർക്കും ചാച്ചനായി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. യേശുക്രിസ്തു മാത്രം സ്വർഗത്തിലായിരുന്നപ്പോൾ കർത്താവിന് ഒരു പിതാവുണ്ടായിരുന്നു. ഭൂമിയിൽ അന്ന് ആരും ദൈവമക്കളത് വിളിപ്പാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ നമ്മള് യേശു കർത്താവിന്റെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ ആദാമിനെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. ആദാം ദൈവത്തിന്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നുണ്ട്. കാരണം ദൈവം സൃഷ്ടിച്ച് ദൈവത്തിന്റെ ജീവശ്വാസം മൂക്കിലൂതി ദേഹം തേകി ആത്മാവായി ആദാമിനെ ആക്കിയെടുത്തപ്പോൾ ആദാമിനെ ദൈവമകനായി ആ തേജസ്സിൽ ആ ഒരു പദവിയിലായിരുന്നു ആക്കിയിരുന്നത്. എങ്കിൽ പോലും അതിലും വളരെ ശ്രേഷ്ഠകരമായ ഒരു ജനനമാണ് യേശുക്രിസ്തുവിൽ കൂടെ വചനത്താൽ വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനവും ശുദ്ധീകരണവും നീതീകരണവും തേജസ്വീകരണവും പ്രാപിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ ജനിച്ചു വീണ എല്ലാവരും ദൈവമക്കളായി തീരുകയും ആ ദൈവമക്കൾക്ക് യേശുവിന്റെ പിതാവ് തന്നെ പിതാവായി മാറുകയും ചെയ്തപ്പോൾ യേശു ഇങ്ങനെ ജനിച്ച എല്ലാവരെയും സഹോദരന്മാരെന്ന് വിളിപ്പാൻ സന്തോഷത്തോടെ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് ഒരു പിതാവ്. ആ പിതാവ് യേശു അങ്ങനെ ദൈവപുത്രനായി അല്ലെങ്കിൽ ദൈവമായി പിതാവിനോടൊപ്പം തന്നെ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ആ പുത്രനായ ക്രിസ്തു പ്രൈസ് ദി ലോർഡ് ഭൂമിയിലേക്ക് വരികയാണ്. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി
അങ്ങനെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് ആ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ ആമേൻ പ്രൈസ് ലോർഡ്, ആ രക്തം ചൊരിയപ്പെട്ട രക്തത്തിലൂടെ വീണ്ടെടുപ്പ്. ആമേൻ. കർത്താവ് വചനം ജഡമായി തീർന്നതുപോലെ കർത്താവിന്റെ വചനത്താൽ വീണ്ടുജനനം പ്രാപിച്ച് എല്ലാവരും ദൈവമക്കളായി തീരുകയാണ്. ആ കർത്താവിനെ സ്വീകരിക്കുന്നവർ, ആ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നവര് ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ കർത്താവ് പിതാവിനെ ആമേൻ എങ്ങനെ ആ ബന്ധത്തിൽ ആമേൻ ആയിരുന്നുവോ, പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു, അതേ ബന്ധത്തിലേക്ക് ഈ കർത്താവിൽ കൂടെ വീണ്ടും ജനിക്കുന്നവർ ദൈവമക്കളായി തീരുന്നവർ ആയിത്തീരുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആദ്യമുണ്ടായിരുന്ന ദൈവപുത്രന് ഇപ്പോൾ എന്താണ്, പിതാവിൽ കൂടെ വേറെ മക്കൾ, അനേക മക്കൾ ഉണ്ടായതുകൊണ്ട് അവരെല്ലാവരും യേശു കർത്താവിന് സഹോദരന്മാരായി തീർന്നു. അവരെ എല്ലാം ദൈവം മക്കളെന്ന് കാണുകയും മക്കളായി അവരെ അംഗീകരിക്കുകയും മക്കളെന്ന് അവരെ വിളിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പോൾ ഒരേ ഒരു പിതാവ്. അത് ഹേതുമായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, അപ്പോൾ ഏത് ഹേതുവായി പിതാവിൽ നിന്ന് തന്നെ പോലെ തന്നെ ദൈവം ആമേൻ ഹല്ലേലൂയ എന്താണ്, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ദൈവമക്കളായി തീരുവാൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തത് കൊണ്ട് ആ ദൈവമക്കളെ ആമേൻ സഹോദരന്മാരെന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. കർത്താവ് മടിക്കാതെ ആമേൻ ഹല്ലേലൂയ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ആമേൻ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന്, ഞാൻ അവനിലും ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവം ആമേൻ അനേകരെ തന്റെ മക്കളായി തീർത്തു കഴിഞ്ഞപ്പോൾ സ്വാർത്ഥതയില്ലാതെ, അസൂയയില്ലാതെ, അതായത് യാതൊരു സെൽഫിഷ്നെസ്സും ഇല്ലാതെ യേശു പിതാവിന് ആമേൻ ഉണ്ടായ മക്കൾ, യേശുവിൽ കൂടിയാണ് അത് ആമേൻ സംഭവിച്ചത്. ആ മക്കളെല്ലാം സഹോദരന്മാരെന്ന് വിളിക്കാൻ യേശു കർത്താവ് ലജ്ജിക്കുന്നില്ല. വിളിക്കുക മാത്രമല്ല, ഞാനിങ്ങനെ ബൈബിളിൽ കൂടെ മനസ്സിലാക്കിയപ്പോൾ അവർക്കെല്ലാം ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ പൊസിഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ വാല്യൂ, ആമേൻ ഹല്ലേലൂയ, അതേ ഈക്വലായിട്ടുള്ള ഇൻഹെറിറ്റൻസ് എല്ലാം അവർക്ക് കിട്ടുകയാണ്. അവരുടെ അംഗീകാരം, അവരുടെ പദവി, അവരുടെ അവസരങ്ങൾ, അവരുടെ വില, അവരുടെ ആമേൻ ആ സ്തോത്ര ദൈവസന്നിധിയിലെ അവകാശങ്ങൾ, ഇതെല്ലാം കർത്താവിനുള്ളതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം തന്റെ മക്കൾക്ക് ആമേൻ യേശു സഹോദരന്മാരെന്ന് വിളിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കൊടുക്കുകയാണ്. എത്ര വലിയൊരു കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ഈ സംഭവം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൂതന്മാര് പോലും ആശ്ചര്യപ്പെടുകയാണ്, അവർ വണ്ടറായിത്തീരുകയാണ്, അവരിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. ദൂതന്മാർ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ നോക്കുമ്പോൾ എന്താണ്, ഭൂമിയിൽ നിന്ന് മണ്ണിൽ ജനിച്ചു വീണ മനുഷ്യനെ ദൈവം മക്കളാക്കി തീർത്തിട്ട് ഉന്നതമായ പദവി, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് കൊണ്ടുവന്ന് അവരെ മക്കളായി അംഗീകരിക്കുകയും കർത്താവ് അവരെ സഹോദരന്മാരായി അംഗീകരിക്കുകയും സഹോദരന്മാരായെന്ന് വിളിക്കുകയും ദൈവം എനിക്ക് എന്ന മക്കളായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൂതന്മാരിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അസൂയ ഉണ്ടാകാൻ പറ്റത്തില്ല. ഉണ്ടായാൽ അവര് പാപം ചെയ്യും. പാപം ചെയ്താൽ അവരെ വെട്ടേറ്റ് താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് കണ്ടവർ ഞെട്ടിപ്പോവുകയാണ്, ഇത് കണ്ടവർ ആശ്ചര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവി ഭയങ്കരമാണ്. എത്ര പേരാണ് ഓരോ ദിവസവും മരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നലെ മിനിങ്ങാന്നായിട്ട് കേരളത്തിലൊരു 22 വയസ്സുകാരി വന്ദന എന്ന് പറയുന്ന ഒരു പെൺ ഡോക്ടർ ആമേൻ കുത്തേറ്റ് ആമേൻ ഹല്ലേലൂയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടി പോലീസുകാരുടെ കയ്യിൽ ആമേൻ പിടിച്ചോണ്ട് വന്ന ഒരു വ്യക്തി ആ ഡോക്ടറെ കുത്തിക്കൊന്നു. പ്രൈസ് ലോർഡ്. വേറെ പലരെയും കുത്തിയെങ്കിലും ഡോക്ടർ മരിച്ചുപോയി. പ്രൈസ് ലോർഡ്. ഓരോരുത്തരും ഇങ്ങനെ ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര മരണമാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു, പല രീതിയിൽ മരിക്കുന്നു. പല 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 മരണങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ലോകത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠരായ അനേക ഭക്തന്മാര്, ശുശ്രൂഷയിലായിരിക്കുന്ന അനേകര് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതകാലത്ത് നമുക്ക് ദൈവമക്കളായി തീരാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളായി തീരാനും
ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മാനുഷികമായി ഈ ലോകത്തിലെ എർത്തലി പേരൻസ് ഉണ്ടെങ്കിലും ഹല്ലേലൂയ, ആ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണെങ്കിലും ഒരിക്കലും തീർന്നു പോകാത്തൊരു ബന്ധം, എവർലാസ്റ്റിംഗ് ഫാദർ. സ്തോത്രം. അതാണ് യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9:6. ആമേൻ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. നോക്കൂ ദൈവമക്കളെ, നോക്കൂ, ഞാൻ ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയാണ്. ആമേൻ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കാം, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിത്യപിതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് ലോകത്തിൽ ഈ ആളുകളൊക്കെ മരിച്ചു പോകുമ്പോൾ അതിനകത്ത് എത്ര % ആളുകളാണ് ദൈവമക്കളായി തീർന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. പക്ഷെ ഇന്ന് ഒരു ദൈവമതിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല എങ്കിൽ പോലും അവരേറ്റവും ഭാഗ്യമുള്ളവരാണ്. എന്താണ് ഭാഗ്യം? നമ്മുടെ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ കാംക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവമതിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ദൈവമതില്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനായി തീർന്ന മകളായി തീർന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. 42-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. ജീവനുള്ള ദൈവത്തിനായി തന്നെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. അത് വേറൊരർത്ഥത്തിലാണെങ്കിലും ദൈവ പൈതല്, ഒരു ദൈവ പൈതല് മരിച്ചു കഴിഞ്ഞാൽ ആ ദൈവ പൈതലിന്റെ ആത്മാവ് ഉടനടി ദൈവസന്നിധി ചെല്ലും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു പദവിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് എപ്പം കടന്നുപോയാലും എപ്പം കർത്താവ് വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യ പദവിയിൽ നിന്നുകൊണ്ടാണ് നാം ഈ ലോകം വിട്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾക്ക് കിട്ടിയ ഈ ഭാഗ്യം, ഈ പദവി, ഈ അംഗീകാരം, ഈ അവകാശം, ഈ മൂല്യം, ഈ വില, ഈ പദവികൾ, ഹല്ലേലൂയ, ഈ സ്ഥാനങ്ങൾ, ഈ മാന്യത, ഈ ബഹുമാനം, ഈ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഈ ഉന്നതമായ പദവിയിൽ ഒരു ദൈവമതിലായി നമ്മളെ തീർത്തിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു വലിയ അവസരം തന്ന് ആ പിതാവ് എന്നെന്ന് നിലനിൽക്കുന്ന നിത്യപിതാവ് എന്നുള്ള ആ പേര് പറയുമ്പോൾ ആ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തിന് നമ്മൾ എത്രമാത്രം സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് ഒരു മടിയും കൂടാതെ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ, യേശുവിന് ഒരു മടിയും കൂടാതെ യേശു കർത്താവിന് ഒരു സഹോദരനായി, ഒരു സഹോദരിയായി നമ്മളെ അംഗീകരിച്ച് യേശു കർത്താവിന് എന്തെല്ലാം ഉണ്ടോ ആ സർവ്വസമ്പത്തിന് നമ്മളെ അവകാശികളാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ആ അവകാശം നമുക്ക് പങ്കുവെക്കുവാൻ, കൈമാറുവാൻ, അതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ, അതിനെ ഡിവൈഡ് ചെയ്യുവാൻ, അത് നമുക്ക് തരുവാൻ ആ കർത്താവിന് പൂർണ്ണ മനസ്സുണ്ട്. അതാണ് ദൈവത്തിന്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ നമുക്കുള്ള ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മക്കളാക്കി നമുക്ക് അവകാശങ്ങളെല്ലാം തന്നു, നമുക്കെല്ലാം തന്നെങ്കിലും ദൈവം ആരാണ്? ദൈവം ദൈവമാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സർവ്വയാപിയാണ്. ദൈവം സർവത്തിന്റെ ഉടമയാണ്. ദൈവം സർവാധികാരിയാണ്. ദൈവം ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം എന്നും ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമക്കളായി തീരുന്നെങ്കിലും
നമ്മൾ എന്നും ദൈവമക്കളാണ്. പക്ഷെങ്കിൽ ദൈവം എന്നും ദൈവമായി നമ്മൾ ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ടവരായി ആ ഒരു പൊസിഷനിൽ എപ്പോഴും അത് ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമുക്ക് ദൈവമായി കാണും. ബാക്കി എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പുത്രനായ യേശുവിന് ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുമ്പോൾ പുത്രന്റെ വലത്തുഭാഗത്ത് ആമേൻ ഹല്ലേലൂയ ദൈവമക്കളായ നമ്മൾ 45 സങ്കീർത്തനം പറയുന്നത് പോലെ രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. ആമേൻ രാജാവിന്റെ വലത്തുഭാഗത്ത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ വലത്തുഭാഗത്ത് ആ രാജ്ഞി, അതായത് ദൈവസഭ അവിടേക്ക് എത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഭയങ്കരമായ ഒരു ഉന്നതമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നമ്മളെ ദൈവമക്കളെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. നമുക്കറിയത്തില്ല അതിന്റെ വാല്യൂ. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഈ വചനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പദവികൾ എത്ര വലിയതാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1, 2, 3 വാക്യങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ യേശുവിടെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഈ കഴിഞ്ഞ ചില മിഷൻ ട്രിപ്പുകൾ ഇന്ത്യയിൽ വെച്ചപ്പോൾ ആന്ധ്രയിൽ ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു ടെമ്പിളിന്റെ മുമ്പിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അവിടെ ഒരു പകൽക്കാലം ഒരു ഭാഷ സെമിനാർ ഉണ്ടായിരുന്നു. വൈകിട്ട് ഒരു മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിച്ചു. ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ ഭാഗം ഈ 14-ാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അന്ന് അവിടെ സംസാരിച്ചത്. അപ്പോൾ ഈ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ധാരാളം നല്ല നല്ല ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അവിടെ പല നിലകളായിട്ട് ഇങ്ങനെ ഈ മീറ്റിംഗ് നടക്കുന്ന ഗ്രൗണ്ടിൽ ഈ സ്റ്റേജ് ഇട്ടിരിക്കുന്നതിന്റെ ചുറ്റുപാടും ഇങ്ങനെ ഉണ്ട്. ഈ സ്റ്റേജ് ഇട്ടിരിക്കുന്നതിന് തൊട്ട് അടുത്ത് ഫ്രണ്ടിലായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒരമ്പലവും അമ്പലത്തിലെ വിഗ്രഹങ്ങളെല്ലാം നിൽക്കുകയാണ്. അന്ന് അവിടെ പാമ്പിനെ ആരാധിക്കുന്ന പാമ്പിന്റെ ആരാധനയും അതിന്റെ പൂജയും അതിന്റെ ഉത്സവം ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മീറ്റിംഗ് അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചാൽ നടത്തുന്നത്. പക്ഷെങ്കിൽ ഇത്ര സമയമാകുമ്പോൾ മീറ്റിംഗ് നിൽക്കണം. അത് കഴിഞ്ഞാൽ ഉടനെ, അത് സാധാരണ ചെയ്യുന്നതല്ല, കഴിഞ്ഞാൽ ഉടനെ അവരുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഭയങ്കരമായ അവരുടെ കാര്യപരിപാടികൾ, പൂജകളും അവരുടെ ഊത്തുകളും ബാൻഡുകളും അതും ഇതും പരിപാടികളും പടക്കപ്പൊട്ടിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ മീറ്റിംഗ് തീരാൻ വേണ്ടി. പക്ഷെങ്കിൽ അന്ന് രാത്രി ഞാൻ ഈ വചനമെടുത്ത് സംസാരിച്ച് ഇങ്ങനെ കലങ്ങിപ്പോകരുത്, ഈ വിഷയത്തെക്കുറിച്ച് ഹൃദയം തകർന്നു പോകരുതെന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ആ വചനങ്ങൾ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ദൈവിക ഭവനത്തെക്കുറിച്ചും ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്നും ആ വിഷയങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ കൃത്യമായി ആ ദേശത്തോട് സംസാരിച്ചപ്പോൾ ഇതെന്തെന്ന് കാണാൻ നോക്കി നിന്ന് അനേകർ എനിക്ക് നിൽക്കുമ്പോൾ കാണാൻ പറ്റും. സ്റ്റേജിൽ ആ ഫ്ലാറ്റുകളിലൊക്കെ നിന്ന് സ്ത്രീകൾ കണ്ണീര് പൊഴിച്ചുകൊണ്ട് അവരുടെ സാരിത്തുമ്പുകൾ എടുത്ത് അതിൽ കണ്ണുനീർ ഒപ്പുന്നതായി കാണുവാൻ കഴിഞ്ഞു. പലരും കരയുന്നതും അവരൊക്കെ വിതുമ്പുന്നതുമായ ഭാഗങ്ങൾ അല്പദൂരത്തിൽ നിന്നാണെങ്കിലും കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉള്ളിൽ സമാധാനമില്ലാതെ ഫ്ലാറ്റുകളുണ്ട്. ചിലപ്പോൾ ഭർത്താവ് നല്ല ജോലിയിലായിരിക്കും, കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷെങ്കിൽ ദുഃഖത്തിലും വേദനയിലും ഒക്കെ ഇരിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പല ആളുകൾ ഇങ്ങനെ ഭാരത്തിലിരിക്കുമ്പോൾ ഈ വചനം കേട്ടപ്പോൾ അവർക്കൊക്കെ സന്തോഷമുണ്ടായി. അവിടെ കണ്ണുകളിൽ നിന്നൊക്കെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി. അന്ന് പലരും കർത്താവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചു. ആ മീറ്റിംഗ് തീർന്നുടനെ അമ്പലക്കാര് ബഹളമായി എന്ന് പറഞ്ഞാൽ വഴക്കല്ല, അവരുടെ പരിപാടികളുമായി വന്നു. പെട്ടെന്ന്
ആ മീറ്റിംഗ് തീർന്ന അതേ നിമിഷത്തിൽ തന്നെ കാത്തു നിൽക്കുകയാണ് അവര്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് ഞാനൊരു ഓർമ്മ അന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞെങ്കിലും, കർത്താവ് അവിടെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. അതിന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. പിതാവിന്റെ വാസസ്ഥലം എങ്ങനെയാണെന്നും ഒരുക്കുന്ന സ്ഥലം എന്താണെന്നും അവിടെ എന്തൊക്കെ ഉണ്ടെന്നും അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിതാവ് അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നമ്മൾ അവിടെ വസിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് പിതാവിന്റെ വാസസ്ഥലവും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കെല്ലാം അങ്ങോട്ട് പൂർണ്ണമായി തന്നിട്ടില്ല. പക്ഷെങ്കിൽ ദൈവമക്കളെ ഒരു കാര്യമുണ്ട്, ഇവിടെ വെച്ച് ദൈവമക്കളായി തീർന്ന് ഈ ലോകം വിട്ടു പോകുന്നവർക്ക് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ആമേൻ മനസ്സിൽ വരാത്ത വലിയ കാര്യങ്ങളാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തോടുകൂടിയുള്ള വാസം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. പിന്നീട് ആ വാസങ്ങളും വാസകേന്ദ്രങ്ങളും ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കായിരുന്നു അതെങ്ങനെയുള്ളതായിരിക്കും, എന്തായിരിക്കും, അതൊന്നും നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമക്കളായി തീർന്ന് ദൈവം നമ്മളെ മക്കളാക്കി ആമേൻ തീർത്തുവെങ്കിൽ ആമേൻ നമുക്കൊരു പിതാവുണ്ട്. യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിളിക്കുക മാത്രമല്ല, അംഗീകരിക്കുന്നു, നമ്മളായിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗ്യപദവിയിൽ എത്തിയവരാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, അനേകർ പ്രതീക്ഷിക്കാത്ത നിലകൾ കൂടിയാണ് മരിക്കുന്നത്. ആമേൻ. മണിപ്പൂരിൽ നടക്കുന്ന ആമേൻ ഹല്ലേലൂയ ലഹളകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എത്ര പേരാണ് അവിടെ മരിച്ചത്, എത്ര പേരാണ് ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നത്, എത്ര ചർച്ചകളാണ് തകർത്ത് കളഞ്ഞത്, എത്രയോ പേർ മരിച്ചു, കർത്താവിന്റെ നാമത്തിൽ മരിച്ചു. പക്ഷെങ്കിൽ അവരുടെയൊക്കെ ശരീരങ്ങൾ പലയിടങ്ങളിലും തെരുവുകളിലും ഭവനാങ്കണത്തിലും ഒക്കെ കിടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കട, മരിച്ചു വീണ ആ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിലേക്ക് നിമിഷത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളായി തീർന്നു. നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യപദവിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നേതാവ്, ഏറ്റവും വലിയൊരു രാജ്യത്തിന്റെ തലവൻ, അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമാണെങ്കിലും അതൊന്നുമല്ല ദൈവമക്കളെ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദൈവവും അത്യുന്നതനുമായ ദൈവത്തിന്റെ മക്കളായി തീർന്ന് സഹോദരന്മാരായി യേശുക്രിസ്തുവിന്റെ ആയി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഉന്നതമായ പദവിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ഈ കർത്താവ് നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും നമ്മൾ ചില ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ഏതാ? രക്ഷിക്കപ്പെടാൻ തയ്യാറായി, സ്നാനപ്പെടാൻ തയ്യാറായി, ആമേൻ, ദൈവസഭയിലേക്ക് വരാൻ തയ്യാറായി, കർത്താവിന് വേണ്ടി വേർതിരിയാൻ തയ്യാറായി, പാരമ്പര്യം ബന്ധങ്ങളും സ്വന്തങ്ങളും അതൊക്കെ വിടാൻ തയ്യാറായി. ഇതൊക്കെ നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം വെച്ച് നോക്കിയാൽ അതൊന്നും വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഈ ഉന്നതമായ പദവിയിലേക്കും ഈ അനുഗ്രഹത്തിലേക്കും അനേകരെ സ്വാഗതം ചെയ്തിട്ടും അനേകരും വരാത്തവരുണ്ട്. പക്ഷെ കൃപയാൽ നമുക്ക് ഈ ഭാഗ്യപദവി ലഭിച്ചതോർത്ത് നമ്മൾ ഇന്ന് രാത്രി ദൈവത്തെ അധികം സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഈ ഭാഗം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ മക്കളാക്കി തീർത്തു. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത്? ഇപ്പോൾ ഈ പുറമേയുള്ള ശരീരം കണ്ടാൽ, നമ്മളെ കണ്ടാൽ ഭൂമിയിൽ ഉള്ള മനുഷ്യരായിട്ട് എല്ലാരെ പോലെയാ. ആമേൻ. അന്യമതങ്ങളിൽ കിടക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് നമ്മളും ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ വീണ്ടും ജനിച്ച വീണ്ടെടുക്കപ്പെട്ട ഒരു ശരീരം നമുക്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരാത്മ ശരീരം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സന്തോഷിക്കണം, നാം അതിൽ സന്തോഷിക്കണം. ഇനി ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പുറമേയുള്ള ഈ ശരീരം, ഈ പുറമേയുള്ള ശരീരത്തെ ആമേൻ എന്താണ്? ആമേൻ പുറമേയുള്ള ശരീരത്തെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആമേൻ കർത്താവ് വരുമ്പോൾ ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി ഒരു മഹത്വ ശരീരമാക്കി മാറ്റും. ഇല്ല എങ്കിൽ ഈ ശരീരം മരിച്ചെങ്കിൽ കർത്താവ് വരുമ്പോൾ ഈ ശരീരം മഹത്വ ശരീരത്തിൽ ആമേൻ ഇത് ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. എത്ര വലിയ ഭയങ്കരമായ സന്തോഷകരമായ ഭാഗ്യകരമായ പ്രത്യാശ അനുഭവങ്ങളുള്ള ആ ഒരു വലിയ ഭാഗ്യകരമായ പദവിയിലേക്ക് ദൈവം നമ്മളെ മാറ്റുന്നു. ആമേൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവമക്കളായി തീർന്നെന്ന് പറയുന്നത്, അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു കാര്യത്തിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
നമ്മൾ ഈ ഭൂമിയിൽ എല്ലാം നടന്നെന്ന് വരത്തില്ല, എല്ലാ കാര്യം സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ഒന്നിന് കുറവില്ലാത്തൊരു ദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. ആമേൻ. അവിടെ നമുക്കൊന്നിനും കുറവില്ല. ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പോയി വാങ്ങേണ്ട കാര്യമില്ല, ഒന്നും ആമേൻ ലോൺ എടുക്കേണ്ട കാര്യമില്ല, ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, ആരോട് കടം ചോദിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അവിടെ വിലക്കയറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവിടെ രോഗമില്ല, കഷ്ടമില്ല, ദുഃഖമില്ല, വേദനയില്ല, ഭാരമില്ല, ആമേൻ, കണ്ണീരില്ല, മുറവിളിയില്ല, നെടുവീർപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടില്ല, സാത്താനില്ല, മരണമില്ല. ഇതൊന്നുമില്ലാത്ത നിത്യ നാട്ടിൽ ദൈവത്തിന്റെ മക്കൾ എത്തിച്ചേരും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ഈ ഭാഗം ഇങ്ങനെ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അനേക കാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ ദൈവം മക്കളാക്കി തീർത്തു, പക്ഷെ ലോകക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ ദൈവമക്കളാണെന്ന് ബൈബിള് നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ഹല്ലേലൂയ 2-ാമത്തെ അമേൻ സ്തോത്രം 2-ാമത്തെ വാക്യം. അമേൻ. അല്ലെ 2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആമേൻ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മൾ തന്റെ ഇടത്തോടുകൂടെ ഉറപ്പോടുകൂടെ വിശ്വസിക്കണം. പക്ഷെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മുടെ ശരീരത്തിനുണ്ടാകാൻ പോകുന്ന ആ രൂപാന്തരം, ആ ഉയർപ്പിൽ ലഭിക്കാൻ പോകുന്ന മഹത്വ ശരീരത്തിന്റെ രൂപത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. അതിന്റെ രൂപം എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, അത് പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ നാം എന്താണ്, നമുക്കൊരു സാമ്പിൾ തന്നിരിക്കുകയാണ്, ഒരു മോഡൽ നമ്മളോട് പറഞ്ഞു തരികയാണ്. നാം കർത്താവിനെ എങ്ങനെ ഇരിക്കുവോ അതുപോലെ തന്നെ ആമേൻ നാമും ആകുകയും നാം കർത്താവിനെ കാണാൻ പോവുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എങ്ങനെ വെളിപ്പെടാൻ പോകുന്നോ അതേ രൂപത്തിലേക്ക് നമ്മളെയും ആക്കിയെടുക്കാൻ പോവുകയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ലോകക്കാരെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഈ ശരീരത്തിലിരിക്കുകയാണ്. നമ്മൾ കൊട്ടുന്നു, പാടുന്നു, ആമേൻ, വചനം പറയുന്നു, പ്രത്യാശ ഉണ്ടാകുന്നു, സ്തോത്രം പറയുന്നു, അവിടെ യോഗം, ഇവിടെ യോഗം, അവിടെ ഉപവാസം, ഇവിടെ പ്രയർ ലൈന്, ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുകയാണ്. അവിടെ സഭാ മീറ്റിംഗ്, അവിടെ മിഷൻ ട്രിപ്പിന് പോകുന്നു, ആമേൻ, പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം നോക്കുമ്പോൾ സാധാരണക്കാരാണ് നമ്മൾ അവരുടെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്ക്, ഒരു കൂട്ടം ആളുകൾ ഇതെല്ലാം കാണിക്കുന്നെന്ന് അവര് പറയും. അവര് നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുമെങ്കിൽ അവിടെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമുക്കറിയാം നമ്മൾ ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ പുറമേയുള്ള ശരീരത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അത് പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതൊരു വലിയ നോളജാണ്, അതൊരു വലിയ അറിവാണ്. നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. നാം ഒരു മഹത്വ ശരീരത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ഇവിടേക്ക് വന്ന് ഞാൻ ഇരുന്ന് ഈ വചനം സംസാരിക്കാൻ ഇരിക്കുന്നതിന് ഇച്ചിരി മുമ്പ് അപ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്നത് യോബിന്റെ ആ വാക്കാണ്. 19-ാം അധ്യായം 25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് യോബിന്റെ പുസ്തകത്തിൽ. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 25-27 വാക്യങ്ങൾ, 25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നാം മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം, ബൈബിളിനകത്ത് പഴയ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ദേഹരഹിതൻ എന്ന് പറഞ്ഞാൽ ദേഹമില്ലാതെ, പക്ഷെങ്കിൽ ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. ഒരു പുത്തൻ ശരീരത്തോടെ ഞാൻ ദൈവത്തെ കാണും. അപ്പോൾ യോബിന്റെ വിശ്വാസം എന്താണ്? ഞാനിങ്ങനെ
മരിച്ചേക്കാം, മരിച്ചെന്റെ ശരീരം മണ്ണിൽ ലയിച്ചേക്കാം. പക്ഷെങ്കിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ വരുമ്പോൾ എനിക്കൊരു പുത്തൻ ശരീരം കിട്ടും. അപ്പോൾ ആ പുത്തൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ആ പുത്തൻ കണ്ണുകൾ കൊണ്ട് എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ ശരീരം മണ്ണിൽ ലയിച്ചാലും എനിക്ക് കിട്ടുന്ന പുതിയ ശരീരത്തിലെ പുത്തൻ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യോബിന് അന്ന് ഈ ഭയങ്കരമായ റെവലേഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് മടങ്ങി വരുമ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യപദവിയിലേക്ക് നമ്മൾ ആകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇസ്രായേലിന് ചുറ്റിലും ഭയങ്കരമായ യുദ്ധാന്തരീക്ഷങ്ങളാണ്. എവിടെയും ഒരു 3-4 ലോകമായ യുദ്ധം ഒരുപക്ഷെങ്കിൽ ഏത് നിമിഷത്തിലും പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരാം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തുകൊള്ളണം. സഭ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ അനേകർ മരിച്ച് ഈ ഭൂമിയിൽ ഒരു ന്യൂക്ലിയർ വാറ് അല്ലെങ്കിൽ ഒരു ഭീകരമായ ഒരു യുദ്ധം ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് സ്തോത്രം, ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ദൈവമക്കളായി തീർന്നു. നമ്മളെ ദൈവമക്കൾ ആയ നമ്മളെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ, ഞാൻ അങ്ങനെ പറയുന്നു, എന്ന് വിളിക്കുന്നതിന് ദൈവം ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ സഹോദരന്മാരായി കാണുകയാണ്, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ പിതാവായ ദൈവത്തിന്റെ മക്കളായി നമ്മളെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. പക്ഷെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മകനായ യേശു നമ്മളെ ഓരോരുത്തരെയും പിതാവിന്റെ അടുത്ത മക്കളായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പിതാവിന്റെ മക്കളെല്ലാം ആ പിതാവിന്റെ അരികിലേക്ക് ചെല്ലും. സ്തോത്രം. യേശു നമുക്ക് സ്ഥലം ഒരുക്കുന്നു, മടങ്ങി വരും. തന്റെ സഹോദരന്മാരെ, തന്റെ മക്കളെ, പിതാവിന്റെ മക്കളെ എല്ലാവരെയും ചേർക്കുവാനായി കർത്താവ് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ അരികിലേക്ക് പോകും. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ഡീപ്പായി വിശ്വസിക്കണം, ആഴമായി വിശ്വസിക്കണം. ഇന്ന് വിശ്വാസ ലോകത്ത് നിൽക്കുന്ന പലർക്കും കർത്താവ് വരുമോന്ന് പോലും ചിന്ത, സംശയമുള്ള പലരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മളെ ദൈവമക്കളാക്കി തീർത്തുവെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത് അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി, അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, അവിടുന്ന് കർത്താവായ യേശു, ആ യേശു കർത്താവ് നമ്മുടെ രക്ഷിതാവായി വരും. ദൈവമക്കളെ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെ മക്കളാക്കി തീർത്തെങ്കിൽ, ദൈവത്തിന്റെ മക്കളാക്കി തീർത്തെങ്കിൽ, യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. ഞാനൊരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ യഹൂദന്മാര് ഭയങ്കര നിയമത്തിലും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ്. യഹൂദന് മറ്റ് യാതൊരു ജാതിയോടും ശമര്യൻ ഉൾപ്പെടെ സകലരോടും വെറുപ്പാണ്. അവരെ ഒന്നും കൂട്ടത്തിൽ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാരിൽ നിന്ന് വന്ന വിശ്വാസികൾ, അപ്പസ്തോലന്മാരും ആളുകളും ഒക്കെ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കൊർന്നല്യോസ് ദർശനം കണ്ടതും പത്രോസിന്റെ പ്രസംഗം കേൾക്കുന്നതും ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും, കൊർന്നല്യോസും അവന്റെ കൂട്ടത്തിലുണ്ട ജാതികളായ ആളുകളെല്ലാം പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിലൂടെ പരിശുദ്ധാത്മാവിടെ ഹൃദയത്തെ ടച്ച് ചെയ്ത് അവരൊക്കെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കുകയാണ്. ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനെ അവിടെ ഉള്ളിലേക്ക് ദൈവം പകർന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് എന്താണ്? നമ്മളെ പോലെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഇവരെ വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും? അവരെ കൂടെ സ്നാനപ്പെടുത്തണം, അവരെ കൂടെ അംഗീകരിക്കണം സഭയില്. അപ്പൊ അടുത്ത ഞാനിപ്പോ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഈ ജാതികളായ ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചവർ പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, യേശുവിന്റെ ക്രൂശ് മരണത്തെ അവർ അംഗീകരിച്ചു, യേശുവിനെ അംഗീകരിച്ചു. ആ രക്തത്താലുള്ള വീണ്ടെടുപ്പിനായി അവർ മാനസാന്തര അനുഭവത്തിലൂടെ സമർപ്പിച്ച് ആ രക്ഷ പ്രാപിച്ച് അവിടെ മേൽ പരിശുദ്ധാത്മാവ് മുൻകൂറായി ദൈവം അയച്ചു. കാരണം അവരെ സ്വീകരിക്കണമെങ്കിൽ ദൈവം അംഗീകരിച്ചെന്ന് കാണിച്ചു കൊടുത്താലേ അവരെ ഈ യഹൂദന്മാർ സ്വീകരിക്കത്തുള്ളൂ. അവരെ വെള്ളം വിലക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവരെ സ്നാനപ്പെടുത്തണം. ആ സമയത്ത് ഈ യഹൂദന്മാരായ ഇവരെ, ഈ ജാതികളിൽ നിന്ന് വന്ന ഇവരെ സഹോദരന്മാരെന്ന് വിളിക്കണം. അന്ന് വരെ വിളിക്കത്തില്ലായിരുന്നു. സഹോദരന്മാരെന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ. സഹോദര, സഹോദരി,
വരിക, നമുക്കൊന്നിച്ച് കൂട്ടായ്മ കൂടാം, ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ച് ഭക്ഷിക്കാം. ജാതീയ പെൺകുട്ടി രൂത്ത് ബോവസിന്റെ വയലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവള് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് അവൾ ആ വയലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അതൊരു രക്ഷയിലൂടെ ആ വയലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബോവസ് അവളെ അടുത്ത് കഴിക്കാനും കുടിപ്പിക്കാനും ഒക്കെ ഇരുത്തി. ഒടുവിൽ അവളെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജാതികളെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് സഹോദരന്മാരായി തീരാൻ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, അവർ അംഗീകരിക്കത്തില്ലായിരുന്നു. പക്ഷെ അവർ അംഗീകരിച്ചു. എന്നാൽ ഒരു കാര്യം ഓർക്ക്, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവേഷമെടുത്ത് നമ്മളെയൊക്കെ മക്കളാക്കി തീർത്ത് കഴിഞ്ഞപ്പോൾ കേവലം യഹൂദനെ ജാതികളെ സ്വീകരിക്കാൻ മേലാത്ത ഒരു കാലഘട്ടമായിരുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ മക്കളായി സ്വീകരിപ്പാൻ മടിയില്ലായിരുന്നു. തന്റെ സകല അവകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഞാനൊരു വാക്കിലോട് നിർത്തുകയാണ്. അനേക വൻ കാര്യങ്ങൾ ഇതിനകത്തൂടെ പറയാനുണ്ട്. എൻ്റെ കയ്യിൽ ആ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ കണ്ണുകൾ ഒന്ന് അടച്ചാട്ടം. നമ്മൾ ആരാണ്? നമുക്ക് എത്ര വലിയ പദവിയാണ് കിട്ടിയത്. ദൈവമക്കളായി തീർന്നു, ക്രിസ്തുവിന് സഹോദരന്മാരായി തീർന്നു, ക്രിസ്തുവിന്റെ രക്തത്തിൽ പിറന്നു, ആ വചനത്താൽ തന്നെ വീണ്ടെടുപ്പ് പ്രാപിച്ചു. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ട് കലങ്ങി മനസ്സ് വെടുത്തു പോകരുത്. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ ആ ഭാഗ്യകരമായ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കണം. ആമേൻ. നാം ദൈവമക്കളാണെന്നുള്ള തന്റെ ഉറപ്പും വേണം. നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നാം ആരാണെന്നുള്ള അറിവുണ്ടായിരിക്കണം. നാം ആരാകാൻ പോവുകയാണ്, നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ എന്തായി തീരാൻ പോവുകയാണ്, ഇതെല്ലാം നമ്മൾ അറിയണം. ദൈവമക്കളെ, അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിരാശപ്പെടണ്ട. ഇവിടെ ചില ന്യൂനതകൾ കാണും, ഇവിടെ ചില കുറവുകൾ കാണും, ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ഇല്ലെന്ന് വരാം, ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ ദൈവം നമുക്കായി ഒരുക്കിയ ആ നിത്യഭവനത്തിലേക്ക് ദൈവത്തിന്റെ മക്കളെ ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളുമായി മധ്യാകാശത്തേക്ക് പോകും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.